നമസ്കാരം. ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് കൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ്. യൂറോപ്യൻ ഇൻഡെക്സ് 0.39% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുമ്പോൾ അമേരിക്കൻ ഇൻഡെക്സ് അല്ലെങ്കിൽ അമേരിക്കൻ ഫ്യൂച്ചർ 0.43% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ നിന്നുള്ള ഇൻപുട്ട് പരിശോധിച്ചാൽ അവധിക്ക് ശേഷം പ്രവർത്തനം ആരംഭിച്ച ജപ്പാന്റെ ഇൻഡെക്സ് 1% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. അതേസമയം സൗത്ത് കൊറിയൻ ഇൻഡെക്സ് 0.36% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. സൗത്ത് കൊറിയയുടെ സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് 0.25% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. ഫെഡ് റിസർവ് പുറത്തുവിട്ട സ്പ്ലിറ്റ് പോളിസിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. കൂടാതെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ തുടരുന്ന തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രൂഡിൻ്റെ വിലയിലും വർധനവുണ്ടായി. $118 പെർ ബാരൽ എന്ന ലെവലിന് മുകളിൽ ക്രൂഡിൻ്റെ വില നിലനിൽക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന നെഗറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഇന്ത്യൻ മാർക്കറ്റ് ഏറെക്കുറെ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നെങ്കിലും ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ ITC, ഭാരതി എയർടെൽ, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതുകൊണ്ട് മാർക്കറ്റ് 0.76% ഉയരുകയും 24,177 സെറ്റിലാവുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ACC, അക്വിറ്റാസ് കെമിക്കൽ, അദാനി പോർട്ട്, ആസ്റ്റർ DM ഹെൽത്ത് കെയർ, ബജാജ് ഫിൻസർവ്, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി, എവറിഡേ ഇൻഡസ്ട്രീസ്, ഗോ ഫാഷൻ, ഗോദ്രേജ് അഗ്രോവേറ്റ്, HFCL, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇന്ത്യ മാർട്ട് ഇൻ്റർഫ്രഷ്, ഐഡിയ ഫോർജ് ടെക്നോളജി, കജാരിയ സെറാമിക്, മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ, നാൽക്കോ, ന്യൂജൻ സോഫ്റ്റ്വെയർ, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി അല്ലെങ്കിൽ NSDL, PCBL കെമിക്കൽ, RR കേബിൾ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടാണ് ഇന്ന് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സ്റ്റോക്ക് അദാനി പവറാണ്. അദാനി പവറിൻ്റെ റവന്യൂ 14% വർദ്ധിച്ച് 12,451 കോടിയിൽ നിന്നും 14,233 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. കമ്പനിയുടെ EBITDA 11.9% വർദ്ധിച്ച് 4,238 കോടിയിൽ നിന്നും 4,732 കോടിയിലേക്ക് ഉയർന്നപ്പോൾ EBITDA മാർജിൻ 34% നിന്നും 33% ഡൗൺ ആയി. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 62% വർദ്ധിച്ച് 2,479 കോടിയിൽ നിന്നും 4,017 കോടിയിലേക്ക് ഉയർന്നു. ഇനി ഷഫ്ലർ ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 18% വർദ്ധിച്ചു, EBITDA 21% വർദ്ധിച്ചു. EBITDA മാർജിൻ 18%, 18.1% നിന്നും 18.5% ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് 25% വർദ്ധിച്ച് 282 കോടിയിൽ നിന്നും 316 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ബജാജ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 18% വർദ്ധിച്ചിട്ടുണ്ട്. 18,306 കോടിയിൽ നിന്നും 21,607 കോടിയിലേക്ക് റവന്യൂ ഉയർന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 21% വർധനവുണ്ടായി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 11,781 കോടിയിലേക്ക് എത്തിയെങ്കിലും ഗ്രോസ് NPA ഇയർ ഓൺ ഇയറിൽ 0.96% നിന്നും 1.01% ഉയർന്നു. എന്നാൽ നെറ്റ് NPA 0.44% നിന്നും 0.41% ഇടിയുകയും അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 22% വർദ്ധിച്ച് 5.1 ലക്ഷം കോടിയായി മാറുകയും ചെയ്തു. നവീൻ ഫ്ലൂറൈനിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 33% വർദ്ധിച്ച് 701 കോടിയിൽ നിന്നും 938 കോടിയിലേക്ക് എത്തി. EBITDA 80% വർദ്ധിച്ച് 179 കോടിയിൽ നിന്നും 321 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 25% നിന്നും 34% ഉയരുകയും ചെയ്തു. ₹8.60 പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോത്തിലാൽ ഒസ്വാളിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ ലോസ് കമ്പനി 566 കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും 221 കോടി രൂപയുടെ ലോസ് റിപ്പോർട്ട് ചെയ്തു. റവന്യൂ 2,120 കോടിയിൽ നിന്നും 2,692 കോടിയായി ഉയർന്നിട്ടുണ്ട്. സിഎൻജിൻ ഇൻ്റർനാഷണലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതല്ല. കമ്പനിയുടെ പ്രോഫിറ്റ് 19% ഇടിഞ്ഞ് 183 കോടിയിൽ നിന്ന് 148 കോടിയിലേക്ക് എത്തുകയും EBITDA 11% ഇടിഞ്ഞ് 344 കോടിയിൽ നിന്നും 303 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. റവന്യൂ 1.8% ഉയർന്നപ്പോൾ EBITDA മാർജിൻ ഇടിയുകയാണ് ചെയ്തത് 33.8% നിന്നും 29.3%. കെഫിൻ ടെക്കിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതല്ല. കെഫിൻ ടെക്കിൻ്റെ റവന്യൂ 6.4% ഇടിഞ്ഞു, പ്രോഫിറ്റ് 11.8% ഇടിഞ്ഞു. 92 കോടിയിൽ നിന്നും
81 കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞപ്പോൾ എബിറ്റ 15.3% ഇടിഞ്ഞ് 152 കോടിയിൽ നിന്ന് 129 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 40%-ൽ നിന്ന് 36.8%-ലേക്ക് ഇടിയുകയും ചെയ്തു. ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് വാരി എനർജിയാണ്. വാരി എനർജിയുടെ റവന്യൂ ഏകദേശം ഡബിൾ ആയിട്ടുണ്ട്. 4004 കോടിയിൽ നിന്നും 8480 കോടിയിലേക്ക് കമ്പനിയുടെ റവന്യൂ ഉയർന്നു. എബിറ്റ 70% വർദ്ധിച്ച് 923 കോടിയിൽ നിന്നും 1577 കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 71% വർദ്ധിച്ച് 619 കോടിയിൽ നിന്നും 1061 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത് ജ്യോതി ലാബ്. ജ്യോതി ലാബിൻ്റെ പഞ്ചാബിലെ വെയർഹൗസിൽ ഫയർ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു സ്റ്റോക്ക് ഇന്ത്യൻ ഹ്യൂം പൈപ്പ്. ഇന്ത്യൻ ഹ്യൂം പൈപ്പിന് തെലങ്കാന ഗവൺമെൻറ്റിൽ നിന്നും വാട്ടർ സപ്ലൈ സ്കീം വഴി 459 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചമ്പൽ ഫെർട്ടിലൈസർ പോലെ അമോണിയ ഇൻപുട്ടായി ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അമോണിയയുടെ ലഭ്യത വർദ്ധിച്ചു തുടങ്ങിയതിനെ തുടർന്ന് അമോണിയ ഇൻപുട്ടായി ഉപയോഗിക്കുന്ന പല കെമിക്കൽ പ്രൊഡക്റ്റുകളും കമ്പനികൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. നൈട്രിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ്ങും നൈട്രിക് ആസിഡിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷനും ചമ്പൽ ഫെർട്ടിലൈസർ എന്ന കമ്പനി പുനരാരംഭിച്ചു. അതുപോലെ തന്നെ അമോണിയം നൈട്രേറ്റ് സൊല്യൂഷൻ്റെ പ്രൊഡക്ഷനും കമ്പനി പുനരാരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചമ്പൽ ഫെർട്ടിലൈസർ പോലുള്ള സ്റ്റോക്കുകൾ ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കും. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് ACME സോളാർ എന്ന സ്റ്റോക്കാണ്. ACME സോളാർ 35.71 ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം കമ്പനി കമ്മീഷൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ACME സോളാർ എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കും. ഇപാക് പ്രീഫിബ് എന്ന കമ്പനി ആന്ധ്രാപ്രദേശിൽ കമ്പനിയുടെ പുതിയതായി നിർമ്മിച്ച പ്ലാന്റിൽ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചതുകൊണ്ട് ഇപാക് പ്രീഫിബ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്